ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യയെ വർഗീയവൽക്കരിക്കാനും കാവ്യവൽക്കരിക്കാനും ബിജെപി പാർലമെന്റിനെ പ്രയോജനപ്പെടുത്തുകയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. MT സ്നേഹത്തിന്റെ ഒരു സാഗരമായിരുന്നുവെന്ന് കവി PK ഗോപി. സ്നേഹസംഗമമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരുക്കിയ ഇഫ്താർ വിരുന്ന്. നിർധന കുടുംബങ്ങൾക്ക് പുതുവസ്ത്രങ്ങളടങ്ങിയ വിഷു റംസാൻ കിറ്റുകൾ വിതരണം ചെയ്ത് സെഞ്ചുറി മർച്ചന്റ്സ് അസോസിയേഷൻ. ലോക നാടക ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് നാടക കലാകാരന്മാർക്ക് ആദരം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യയെ വർഗീയവൽക്കരിക്കാനും കാവ്യവൽക്കരിക്കാനും BJP പാർലമെന്റിനെയും പ്രയോജനപ്പെടുത്തുകയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. NCPS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട PM സുരേഷ് ബാബുവിന് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ത്യയെ വർഗീയവൽക്കരിക്കാനും കാവ്യവൽക്കരിക്കാനും BJP പാർലമെന്റിനെയും പ്രയോജനപ്പെടുത്തുകയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. വഖഫ് ഭേദഗതി ഉൾപ്പെടെ ക്രൂരമായ മതേതര വിരുദ്ധ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. NCP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ട അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിന് പാർട്ടി കോഴിക്കോട് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റി നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസനം തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങളാണ് കേന്ദ്രം തുടരുന്നത്. നിരവധി ജീവൻ പൊലിഞ്ഞ വയനാട് ദുരന്തത്തിൽ പോലും കേന്ദ്ര സർക്കാർ സഹായധനം അനുവദിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി എ കെ ശശീന്ദ്രൻ സുരേഷ് ബാബുവിനെ പൊന്നാടയണിയിച്ചു. ഇഷ്ടാനിഷ്ടങ്ങൾക്കൊപ്പം സംഘടനാ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നേതാക്കൾ പാർട്ടിയെ മുന്നോട്ട് നയിക്കേണ്ടത്. ഇന്നലകളിലെ പോരായ്മകളെ തിരുത്തി സംഘടനയെ ചലിപ്പിക്കുന്നതിന് നേതൃത്വം നൽകാൻ PM സുരേഷ് ബാബുവിന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറം സംഘടനാ മര്യാദകൾ പാലിച്ചുകൊണ്ട് സംഘടനയെ മുന്നോട്ട് നയിക്കാനുള്ള പാഠവുമുള്ള ഒരാളെ തന്നെ അദ്ദേഹം നിയോഗിച്ചതിൽ അദ്ദേഹത്തോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്. ആ സെലക്ഷൻ നല്ലതായിരുന്നു, ശരിയായിരുന്നു എന്ന് തെളിയിക്കത്തക്ക വിധത്തിലുള്ള ചടുലമായ പ്രവർത്തനം നടത്താൻ ബാബുവിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി M ആലിക്കോയ എന്നിവർ മെമന്റോ സമർപ്പണം നടത്തി. സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് MK ദിവാകരൻ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ ജോബ് കാട്ടൂർ, സംസ്ഥാന സെക്രട്ടറിമാരായ P സുധാകരൻ, O രാജൻ, അഡ്വക്കേറ്റ് MP സൂര്യനാരായണൻ, C സത്യചന്ദ്രൻ, PP രാമകൃഷ്ണൻ, ജില്ലാ ജനറൽ സെക്രട്ടറി അഭിലാഷ് ശങ്കർ, PM ജോസഫ്, CP അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. അജ്മൽ മാങ്കാവ് സ്വാഗതവും HA സൈഫുദ്ദീൻ നന്ദിയും പറഞ്ഞു. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MT സ്നേഹത്തിന്റെ ഒരു സാഗരമായിരുന്നുവെന്ന് കവി PK ഗോപി. ഗുരുകുലം ആർട്ട് ഗാലറിയുടെ നേതൃത്വത്തിൽ നടന്ന വായനാ മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുകുലം ആർട്ട് ഗാലറിയും കളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥശാലയും ചേർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ സഹകരണത്തോടെ MT കൃതികളുടെ വായനാ മത്സരം സംഘടിപ്പിച്ചു. കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. MT സ്നേഹത്തിന്റെ ഒരു സാഗരമായിരുന്നുവെന്ന് PK ഗോപി അഭിപ്രായപ്പെട്ടു. സ്നേഹത്തെ സ്നേഹിച്ച് മിണ്ടാതെ പോയ വ്യക്തിയായിരുന്നു MT എന്നും PK ഗോപി
കൂട്ടിച്ചേർത്തു. പുസ്തകത്തിലിരിക്കുന്ന കഥ ഏത് കാലത്തേക്കും ആർക്കും വിമർശിക്കാം, അനുകൂലം പറയാം, പ്രോത്സാഹിപ്പിക്കാം, സാധാരണ പ്രാർത്ഥിക്കാം. ആരും അറിയാതെ അത് മനസ്സിലാവുന്നിച്ച് അതിൻ്റെ അമൃത തത്വമോ അതിൻ്റെ സത്തയോ സ്വീകരിച്ച് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാം. ഇതേ ബോധമുണ്ടായിരുന്ന ഒരാളാണ് എം ടി സ്നേഹത്തിന്റെ ഒരു സാഗരമായിരുന്നു. അതാണ് ഉറങ്ങാതിരുന്നത്. സ്നേഹത്തെ സ്നേഹിച്ചില്ലാതെ പോയ ഒരാൾ എന്ന് ഒരു എം ടി ആദര പരിപാടി തുഞ്ചൽ പറക്കൽ നടക്കുമ്പോൾ എല്ലാവരും പ്രസംഗിക്കുമല്ലോ. പ്രസംഗിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കവിത സ്നേഹത്തെ സ്നേഹിച്ച് മിണ്ടാതെ പോയ ഒരാൾ കവിതയൊക്കെ. പരിപാടിയിൽ എം.എ. ജോൺസൺ അധ്യക്ഷനായിരുന്നു. കൗൺസിൽ സെക്രട്ടറി വി. സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം രാജീവ് പെരുമൺപുറ, ബാലചന്ദ്രൻ പുതുക്കുടി, എൻ.ഡി. ഉണ്ണികൃഷ്ണൻ എന്നിവർ വിജയികളെ പ്രഖ്യാപിച്ചു. വായനാ മത്സരത്തിൽ ചേളന്നൂർ AUP സ്കൂളിലെ യു. ശിവസാന്ദ്ര, സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിലെ ദേവാനന്ദൻ, പ്രൊവിഡൻസ് ഗേൾസ് ഹൈസ്കൂളിലെ എം. ആരാധ്യ, എ. അഗത, മീഞ്ചന്ത GVHSSലെ ബി. പാർവണ എന്നിവർ ജേതാക്കളായി. പരിപാടികൾക്ക് ഗുരുകുലം ബാബു നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്നേഹസംഗമമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരുക്കിയ ഇഫ്താർ വിരുന്ന്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ ഇഫ്താറിൽ ഒത്തുചേർന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരുക്കിയ ഇഫ്താർ വിരുന്നിൽ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ ഒത്തുചേർന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, സാമൂതിരി രാജ പേഴ്സണൽ സെക്രട്ടറി TR രാമവർമ്മ, CSI മലബാർ മേഖലാ സെക്രട്ടറി റവറൻ ഫാദർ ജേക്കബ് ഡാനിയൽ, MP മാരായ MK രാഘവൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഷാഫി പറമ്പിൽ, MLA മാരായ MK മുനീർ, T സിദ്ദീഖ്, AP അനിൽകുമാർ, KK രമ, DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ, മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്, TP അബ്ദുള്ള കോയ മദനി, P മുജീബ് റഹ്മാൻ, സഫീർ സക്കാഫി, CP ഉമർ സുല്ലമി, നാസർ പാലുശ്ശേരി, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, UK കുമാരൻ, C ദാവൂദ്, ഗ്രോ വാസു, MG ഷാജി, റസാഖ് പാലേരി, MA റസാഖ്, TT ഇസ്മായിൽ, ഉമർ പാണ്ടികശാല, PK ഫിറോസ്, ആര്യാടൻ ഷൗക്കത്ത്, ആലിപ്പറ്റ ജമീല, PM നിയാസ്, KP നൌഷാദ് അലി, K മോയിൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ സന്ദർഭത്തിൽ ആദരണീയനായ നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുഖ്യ ആതിഥേയത്വം വഹിച്ചുകൊണ്ട് ഇവിടെ നമ്മളെല്ലാം വിളിച്ചു ചേർത്ത് നമുക്കൊരു ഫീസ്റ്റ് ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വസ്ത്രവ്യാപാര രംഗത്ത് മൊത്ത വിതരണ കച്ചവടക്കാരുടെ കൂട്ടായ്മയായ സെഞ്ചുറി മർച്ചന്റ്സ് അസോസിയേഷൻ നിർധന കുടുംബങ്ങൾക്ക് പുതുവസ്ത്രങ്ങൾ സമ്മാനിച്ചു. റംസാൻ, വിഷു ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. കഴിഞ്ഞ 24 വർഷമായി സഹജീവികൾക്ക് കരുതലായി വസ്ത്രവ്യാപാര രംഗത്തെ മൊത്ത വിതരണ കച്ചവടക്കാരുടെ കൂട്ടായ്മയായ സെഞ്ചുറി മർച്ചന്റ് അസോസിയേഷൻ രംഗത്തുണ്ട്. കോഴിക്കോട്, വയനാട് ജില്ലയിലെ 35ഓളം സന്നദ്ധ സംഘടനകൾക്ക് കൈമാറിയാണ് അർഹരായ നിർധന കുടുംബങ്ങൾക്ക് പുതുവസ്ത്രങ്ങൾ സമ്മാനിക്കുക. അസോസിയേഷൻ പ്രസിഡന്റ് KV ആലിക്കോയ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കെയർ ഹോം പ്രവർത്തകർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങളിൽ ചേർത്ത് പിടിക്കുന്ന പദ്ധതി മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്ന് KV ആലിക്കോയ പറഞ്ഞു. ഈ സംഘടന കഴിഞ്ഞ 24 വർഷക്കാലമായി റംസാൻ, വിഷു തുടങ്ങിയ ഓണം തുടങ്ങിയ ആഘോഷാവസരങ്ങളിൽ പാവങ്ങൾ താമസിക്കുന്ന ഏരിയകളിലേക്ക് വിവിധ സംഘടനകൾ മുഖേന പുതുവസ്ത്രങ്ങൾ വിതരണം ചെയ്ത് വരികയാണ്. ഏകദേശം 12 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ ഈ തവണ 35 ക്ലബ്ബുകൾക്ക് അഥവാ സാമൂഹ്യ സംഘടനകൾ മുഖേന വിതരണം ചെയ്യുന്നത്. യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ഈ വസ്ത്രങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ സംഘടനകളെയാണ് നമ്മൾ അവലംബിക്കുന്നത്. ഈ കച്ചവടക്കാരിൽ നിന്ന് നമ്മൾ സംഭരിച്ച വസ്ത്രങ്ങളാണ് വിതരണം ചെയ്യുന്നത്. അത് യഥാവിധി പാവങ്ങൾക്ക് എത്തിച്ചേരണമെന്ന് ഈ സംഘടനകൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് നമ്മളിവിടെ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ വസ്ത്രങ്ങൾ അടങ്ങിയ ബാഗ് ഏറ്റുവാങ്ങി. വയനാട് ദുരിതബാധിതർക്ക് വിതരണം ചെയ്യുന്നതിനായി വയനാട് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകർക്ക് വസ്ത്രങ്ങൾ കൈമാറി. സെക്രട്ടറി KP നിതിൻ രാജ്, ചാരിറ്റി കൺവീനർ BV സാദിഖ്, വൈസ് പ്രസിഡന്റ് MP അബ്ദുൽ കരീം, ട്രഷറർ KC നസീമുദ്ദീൻ എന്നിവർ സന്നിഹിതരായി.
ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലോക നാടക ദിനത്തോടനുബന്ധിച്ച് നാടക കലാകാരന്മാർക്ക് ആദരം നൽകി. ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ആദരമൊരുക്കിയത്. ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട്ടെ മുതിർന്ന നാടക പ്രവർത്തകരെ ആദരിച്ചു. വിൽസൺ സാമുവേൽ, KR മോഹൻദാസ്, ബാബു പറശ്ശേരി, ജയപ്രകാശ് കൂളൂർ, A രത്നാകരൻ, VM അജിത നമ്പ്യാർ, സാവിത്രി ശ്രീധരൻ, LC സുകുമാരൻ, വിജയൻ V നായർ, സുന്ദരൻ കല്ലായി, ജയപ്രകാശ് കാര്യാൽ, രത്നമ്മ മാധവൻ എന്നിവരെയാണ് ആദരിച്ചത്. നാടക പ്രവർത്തകൻ ഡോക്ടർ ശ്രീകുമാർ മുഖ്യാതിഥിയായിരുന്നു. പലപ്പോഴും മരണാനന്തരമുള്ള വാഴ്ത്തിപ്പാടലുകൾക്കാണ് നമുക്ക് പ്രിയം കൂടുതലുള്ളത്. ഒരുപാട് നല്ലതാണ്. മരിച്ചു കഴിഞ്ഞാലും അവർ ചെയ്ത സംഭാവനകളെ, അവർ ഇറങ്ങി നൽകിയ ആത്മാർപ്പണത്തേക്ക് നമ്മൾ അംഗീകരിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. എങ്കിലും അതിനേക്കാൾ മൂല്യവത്തായി ഞാൻ കരുതുന്നത് നാടക പ്രതിഭകൾ ഏത് തരത്തിലുള്ള നാടക പ്രവർത്തകരായാലും ശരി, അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ നാടകം നിറഞ്ഞു നിൽക്കുന്ന, നാടക വസന്തം നിറഞ്ഞു നിൽക്കുന്ന ടൗൺ ഹാളിലൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ സംഭാവനകളെ ഞങ്ങൾ തിരിച്ചറിയുന്നു, ആ സംഭാവനയെ ഞങ്ങൾ മനസ്സാ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഉപഹാരം അവർക്ക് നൽകുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോട്ടെ നാടക പ്രവർത്തകരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ എത്രയോ ഉണ്ടാകും. പ്രാതിനിധ്യ സ്വഭാവത്തോടെ കുറച്ചുപേരെ ഇവിടെ ആദരിക്കുന്നു എന്നേയുള്ളൂ. ആകാശവാണിയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിന് ഒരു മുൻകൈ എടുത്ത ആകാശവാണിയെ അഭിനന്ദിക്കാനായി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കോഴിക്കോട് രംഗഭാഷ മിഠായി തെരുവ് നാടകം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മുതുകത്തിൽ ശ്രീ ഭഗവതി കാവിലെ തിറ താലപ്പൊലി മഹോത്സവം വിവിധ ചടങ്ങുകളോടെ 3 ദിവസങ്ങളിലായി നടന്നു. തിറ, വെള്ളാട്ടുകളും പ്രത്യേക പൂജകളുമാണ് ഉത്സവ ദിവസങ്ങളിലെ പ്രധാന ചടങ്ങുകൾ. തമ്പിറോഡ് മുതുനിലം മുതുകത്തിൽ ശ്രീ ഭഗവതി കാവിൽ 3 ദിവസങ്ങളിലായി നടന്ന തിറ താലപ്പൊലി ഉത്സവം നാടിന്റെ ആഘോഷമായി. സന്ധ്യാവേളയും അന്തിവെള്ളാട്ടും ഗണപതി ഹോമവും കലശം വരവും താലപ്പൊലിയും ആചാരപൂർവ്വം നടന്നു. സ്ത്രീകളും കുട്ടികളും വാദ്യമേളങ്ങളും അണിനിരന്ന താലപ്പൊലി ഭക്തി നിർഭരമായിരുന്നു. തിറയാട്ടങ്ങൾക്ക് ശേഷം ദേവിക്ക് കലംകരി സമർപ്പിച്ചു. ഭക്തരുടെ വഴിപാടായി ഗുരുതിയും നടന്നു. വർഷം തോറും കേമമായി നടത്തിവരുന്ന ഉത്സവ ചടങ്ങുകൾക്ക് ഉത്സവാഘോഷ കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ ബേപ്പൂർ. ബാലു CK സംവിധാനം ചെയ്ത് നായകനായി വേഷമിടുന്ന അലകടൽ സിനിമ തിയേറ്ററുകളിലെത്തി. കടലോര ജനതയുടെ കഥ പറയുന്ന സിനിമയിൽ പ്രമുഖ താരങ്ങളോടൊപ്പം തീരദേശവാസികളും വേഷമിട്ടു. മികച്ച ദൃശ്യാനുഭവം സമ്മാനിക്കുന്ന ഫാമിലി എന്റർടൈനറാണ് അലകടൽ എന്ന സിനിമ. ആക്ഷൻ സീറോ എന്ന ചിത്രത്തിനു ശേഷം ST ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച അലകടൽ എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തി. കടലിന്റെ മക്കളുടെ കഥ പറയുന്ന സിനിമയുടെ കഥയും തിരക്കഥയും നവാഗതനായ CK ബാലുവാണ് നിർവഹിച്ചത്. കോഴിക്കോട്ടും പരിസര പ്രദേശങ്ങളിലുമായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. കേൾക്കാൻ ഇമ്പമേറുന്ന പാട്ടുകളും നൃത്തരംഗങ്ങളും സിനിമയിലുണ്ട്. കുടുംബ പശ്ചാത്തലത്തിലുള്ള സിനിമ ലഹരിക്കും സ്ത്രീ
സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കും നേരെയും പ്രതികരിക്കുന്നു. കടലിന്റെയും കടൽ തീര ജനതയുടെയും സത്യസന്ധതയുടെ സിനിമ കൂടിയാണ് അലകടൽ. CK ബാലുവിന്റെ സുന്ദരൻ എന്ന കഥാപാത്രം നിഷ്കളങ്കനായ യുവാവിന്റെ കഥ പറയുന്നതോടൊപ്പം ശക്തനായ നായകനായും പ്രേക്ഷക ഹൃദയങ്ങളിലെത്തും. ST ഫിലിമിന്റെ ബാനറിൽ ST ഫിലിം ഗ്രൂപ്പ് നിർമ്മിക്കുന്ന സിനിമയാണ് ഈ അലകടൽ. ഇതിലൊരുപാട് നല്ല ഗാനങ്ങളുണ്ട്, നല്ല കുടുംബ പശ്ചാത്തലമായ സീനുകളാണ്, പിന്നെ കടപ്പുറത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണിത്. മുൻനിര കലാകാരന്മാർക്കൊപ്പം 300ഓളം പുതുമുഖ താരങ്ങളും സിനിമയിൽ വേഷമിടുന്നു. ബാലു CKയും നിതിഷയുമാണ് നായികനായകന്മാർ. മനു വർമ്മ, നബിൻ ജമാൽ, ഇരിങ്ങൽ കൃഷ്ണരാജ്, മുരളി കോവൂർ, ഡോക്ടർ അരവിന്ദ് എന്നിവർ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തി. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, കാനേഷ് പൂനൂർ, സുജിത് കറ്റോട്, പ്രസാദ് അമരാഴി, മുരളി തച്ചമ്പള്ളി, ജോസ് ഞാറക്കൽ എന്നിവരുടെ വരികൾക്ക് ഗോഡ്ബിൻ കക്കയം, നവോദയ ബാലകൃഷ്ണൻ, ഗിരീഷ് കൃഷ്ണ എന്നിവർ ഈണം പകർന്നു. മധു ബാലകൃഷ്ണൻ, വിൽസൺ പിറവം, പ്രസീത സന്തോഷ്, ശാന്തൻ മൂണോത്ത്, സിജയ് താളൂർ, കൊച്ചിൻ സെബു എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. മാർച്ച് 21 തിയേറ്ററുകളിൽ എത്തിയ ചിത്രം പ്രദർശനം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കൊളത്തറ റഹ്മാൻ ബസാർ, കരുണ ഹെൽപ്പ് ലൈനും മേഴ്സി ഷെൽട്ടറും സംയുക്തമായി ലഹരി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ചടങ്ങിൽ പങ്കെടുത്തവർ എല്ലാം ഒന്നായി ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. നശിപ്പിക്കുന്ന എല്ലാ ലഹരിക്കെതിരെയും ഞാൻ പൊരുതും. കരുണ ഹെൽപ്പ് ലൈനും മേഴ്സി ഷെൽട്ടറും സംയുക്തമായി ലഹരി ബോധവൽക്കരണവും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. പരിപാടിയിൽ മലിക ഷബീർ ഖുർആൻ പാരായണം ചെയ്തു. MA ഖയ്യും മുഖ്യപ്രഭാഷണം നടത്തി. മേഴ്സി ഷെൽട്ടർ കൺവീനർ VT ഫിറോസ്, സുധീർ M, ഹബീബ VT തുടങ്ങിയവർ സംസാരിച്ചു. VP ബഷീർ അധ്യക്ഷത വഹിച്ചു. പങ്കെടുത്ത എല്ലാവരും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. സർവരെയും നശിപ്പിക്കുന്ന ഒന്നാണ് മയക്കുമരുന്ന്. അതിനെതിരെ ഒന്നാം തീയതി ഒന്നാമതായി ഞാനുണ്ടാവും. നമ്മുടെ കുട്ടികൾ നമ്മുടെ തലമുറ ഇവരെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. 200ഓളം ആളുകൾക്ക് ഭക്ഷണ കിറ്റുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ബാലുശ്ശേരി മണ്ഡലം റംസാൻ വിഷു കിറ്റുകൾ വിതരണം ചെയ്തു. പൂനൂരിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി ഹനീഫ കണ്ണൂർ നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ബാലുശ്ശേരി മണ്ഡലം നേതൃത്വത്തിൽ റംസാൻ വിഷു കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. കിറ്റ് വിതരണവും കൺവെൻഷനും സംസ്ഥാന സെക്രട്ടറി ഹനീഫ കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. ബഷീർ ചിറക്കൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ട്രഷറർ രാജേഷ് അപ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. KCWU സംസ്ഥാന പ്രസിഡന്റ് സലാം മഞ്ചേരി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. റസാഖ് C, ബഷീർ പാണ്ടികശാല, റസാഖ് കൊടുവള്ളി, റഫീഖ് കൊയിലാണ്ടി, ജബ്ബാർ പൂനൂർ, റസാഖ് പൂനൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. കോടമ്പുഴ ടീം പള്ളിമേത്തൽ ഇഫ്താർ സംഗമം നടത്തി. സ്നേഹ സൗഹൃദ സംഗമത്തിൽ ജനപ്രതിനിധികളും പൗരപ്രമുഖരും സംബന്ധിച്ചു. ടീം പള്ളിമേത്തൽ ഭാരവാഹികൾ നേതൃത്വം നൽകി. മത, രാഷ്ട്രീയ, ഭാഷ അതിർവരമ്പുകൾക്കപ്പുറം മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോടമ്പുഴ ടീം പള്ളിമേത്തലിൽ സംഘടിപ്പിച്ച ഇഫ്താറിൽ രാമനാട്ടുകര മുനിസിപ്പൽ വൈസ് ചെയർമാൻ സുരേഷ്, ഫറൂഖ് സബ് ഇൻസ്പെക്ടർ അനൂപ്, രക്ഷാപ്രവർത്തകൻ മനാഫ്,
കൗൺസിലർമാരായ ഫൈസൽ, സജ്ന, ഹസീന, നദീറ, ആയിഷ, ജസ്ന എന്നിവരും സമീപ പ്രദേശത്തെ മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രഗത്ഭരും വിശിഷ്ടാതിഥികളായി എത്തി. ടീം പള്ളിമേത്തൽ ചെയർമാൻ റസാഖ് ബാവ, കൺവീനർ ജലീൽ പുള്ളാട്ട്, ട്രഷറർ ഷാജി മുനമ്പത്ത്, ഭാരവാഹികളായ ഫൈസൽ, ജാബിർ, നൌഫൽ, മുനീർ, റഷീദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയെ വർഗീയവൽക്കരിക്കാനും കാവ്യവൽക്കരിക്കാനും BJP പാർലമെന്റിനെ പ്രയോജനപ്പെടുത്തുകയാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. MT സ്നേഹത്തിന്റെ ഒരു സാഗരമായിരുന്നുവെന്ന് കവി PK ഗോപി. സ്നേഹസംഗമമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരുക്കിയ ഇഫ്താർ വിരുന്ന്. നിർധന കുടുംബങ്ങൾക്ക് പുതുവസ്ത്രങ്ങൾ അടങ്ങിയ വിഷു, റംസാൻ കിറ്റുകൾ വിതരണം ചെയ്ത് സെഞ്ചുറി മർച്ചന്റ്സ് അസോസിയേഷൻ. ലോക നാടക ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് നാടക കലാകാരന്മാർക്ക് ആദരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.